പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് അനന്തപുരിയിൽ കുറച്ച് ചാനലുകാർ വന്നിട്ടുണ്ട് കേട്ടോ. ആദർശിനെ പറ്റിയൊരു വാർത്ത വന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകാരാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഇങ്ങനെ വേറെ കഥകൾ ഉണ്ടാക്കിയിട്ട് അത് ഇതാക്കുന്നതെന്ന് പറയൂ കേട്ടോ. പിന്നീട് നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഭർത്താവിനെ പറ്റിയാണല്ലോ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ഇവിടെ നിൽക്കില്ലല്ലോ, പിന്നെ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ ഞാൻ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനോടും ചോദിക്കുന്നുണ്ടായിരുന്നു ആ വാർത്തേനെ പറ്റി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച് ഇങ്ങോട്ടല്ല വരേണ്ടിയിരുന്നത്, എൻ്റെ കൊച്ചുമോനാണ് ആദർശ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചുമോനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മറുപടി നൽകുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ വാർത്ത അറിയുന്ന സമയത്ത് അതിൻ്റെ പിറകിലുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ചോദ്യങ്ങളും ചോദിച്ച് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയട്ടോ. പിന്നെ അത് മാത്രമല്ല, മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ പറഞ്ഞ് നടക്കാറുമില്ല. പിന്നെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ നല്ല പത്തരമാറ്റ് സ്വർണം തന്നെയാണ് കൊടുക്കുന്നത്. സ്വർണത്തിൻ്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെ വന്ന് സ്വർണം വാങ്ങുന്നത്. ഇപ്പം നമ്മുടെ ജ്വല്ലറിയിലെ ഇങ്ങനെ മുദ്രയുള്ള ഒരു സ്വർണ്ണമാണെങ്കിൽ വേറെ ജ്വല്ലറിയിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിലും അത് അവർക്ക് ഉറച്ചു നോക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും പരിശുദ്ധിയായിട്ടുള്ള സ്വർണ്ണമാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ വീട്ടിലേക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളും ചോദിച്ച് വരരുത്, ഈ ഗേറ്റിന് പുറത്ത് കിടന്നിട്ട് നിങ്ങൾക്ക് എന്ത് വാർത്ത വേണമെങ്കിലും ഉണ്ടാക്കാം എന്ന് പറയൂ കേട്ടോ. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവരാണെങ്കിലും ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനോട്, ചാനലുകാരെ ഇങ്ങനെ പിണക്കി വിടേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മൾ അവരോടൊക്കെ എന്താ പറയേണ്ടത്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ആദർശന് അതിനും പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ചാനലുകാർ വരും, അപ്പോൾ നിങ്ങൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട എന്ന് മുത്തശ്ശനും ദേവയാനിയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശന് അതിനി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ജലജയാണെങ്കിലും ഇതൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എനിക്കതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അബിയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ വന്ന് അങ്ങനെ സന്തോഷിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയും കൂടി ഇല്ലാതാവും എന്ന് പറയാണ്, അല്ലെങ്കിലും നീ ഇപ്പോൾ ജ്വല്ലറിയിൽ ഒരു എംപ്ലോയി അല്ലേ എന്ന് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പിന്നിൽ നിന്ന് കളിച്ചാൽ മതി, നമുക്ക് ഇങ്ങനെ അവരുടെ മുന്നിൽ കളിക്കാൻ നല്ലൊരാളെയാണ് കിട്ടിയിട്ടുള്ളത്. അനാമിക എന്തായാലും ഇനിയും ഒരുപാട് സത്യങ്ങൾ അവൾ ഇങ്ങനെ തുറന്നു പറയാനിരിക്കുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആവശ്യം നല്ലൊരു കോമ്പൻസേഷൻ തന്നെയാണ്, അത് അവൾ വാങ്ങിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അവൾ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൾ അനി സ്നേഹിക്കാത്തതുകൊണ്ടൊന്നല്ല, ഇനിയിപ്പോൾ അനി സ്നേഹിച്ചിരുന്നെങ്കിലും അവൾ ഇവിടുന്ന് ഇറങ്ങി പോവേനെ. അവളൊരു നല്ലൊരു പയ്യനെ കണ്ടു വെച്ചിട്ടുണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവൾ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് നല്ലൊരു കോമ്പൻസേഷനൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് അഭി തറപ്പിച്ച് പറയാനുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പിന്നിൽ നിന്ന് അവൾക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, നമ്മൾ പിന്നിൽ നിന്ന് കളിച്ചാൽ മതി, എന്തായാലും നമ്മൾ മുന്നിൽ നിന്ന് കളിക്കേണ്ട എന്നൊക്കെ അഭി ആണെങ്കിലും ജലജേനോട് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നന്ദു റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനെ പിടിച്ചിട്ടുണ്ട്, അയാൾക്ക് ലൈസൻസ് ഒന്നുമില്ല. അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദ്യം ഇങ്ങനെ ആ എസ്ഐനോടാട്ടോ പറയുന്നത്, സാറിന് എന്നെ പരിചയമുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടുമുണ്ട്, അപ്പോൾ ഈ സാറിന് എന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ആരാന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനാണെന്ന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മുടെ CI അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണ്, ഏത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്ന് പറയും. ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലൈസൻസ് എടുക്കാൻ പറയുമ്പോൾ അയാൾക്ക് ലൈസൻസും ഇല്ല കേട്ടോ. അപ്പോൾ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് CI. അതിൻ്റെ മുന്നേ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, നന്ദു ഇങ്ങനെ പുലിയാണെങ്കിൽ ഞാനിവിടെ സിംഹം ആവണം, അതിന് പറ്റിയൊരു അവസരമാണെന്ന്. എന്നിട്ടാണ് കേട്ടോ അയാളുടെ കരണത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ പോയത് നിൻ്റെ അച്ഛനോട് പറയേ എന്ന് പറയൂ കേട്ടോ. അങ്ങനെയെങ്കിലും ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ, അതൊരു ചർച്ചയാവട്ടെ എന്ന് പറയും. എന്നിട്ട് അയാളങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ, ഞാനങ്ങ് പോവാണെന്ന് പറയും. അതിന് മുന്നേ പറയും, ഞാൻ കേരള ബോർഡറിലായിരുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ കയ്യിനൊക്കെ നല്ല എക്സസൈസ് കിട്ടിയതായിരുന്നു, ഇങ്ങോട്ട് വന്ന ശേഷം അതില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയാൾ അടിച്ചതാണെന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ CI അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ CIനെ ഫോളോ ചെയ്തുകൊണ്ട് വേറെ 2 പേര് ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അയാളാണെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് CIനെ അടിച്ചിടുന്നുണ്ടായിരുന്നേ. ആദ്യമൊക്കെ അയാൾ ഇങ്ങനെ എതിർത്ത് നിന്നെങ്കിലും പിന്നീട് CI അവിടെ വീണ് പോവാണ് കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ നന്ദു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദുവാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് നന്ദു വന്ന ശേഷം CI എണീറ്റിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു, ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകൻ്റെ കൊട്ടേഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അയാൾക്കുള്ള സ്വാധീനം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നത്. എന്നിട്ട് അയാളുടെ കരണത്തിട്ട് ഒരു അടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ആളൊന്നുമല്ല ഞാൻ, അങ്ങനെ പേടിച്ചു ഓടുകയൊന്നുമില്ല. ഇത് CI സച്ചിദാനന്ദനാണ്. അത് നീ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് പോയി പറഞ്ഞേക്ക് എന്ന് പറയൂ കേട്ടോ. CIക്ക് ഇട്ട് അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ CI വന്ന ബൈക്ക് കോൺസ്റ്റബിളിനോട് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദുവിനോട് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ പിന്നെ എല്ലാവരും തിരിച്ച് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകീനെയാണ്. ജാനകിയാണെങ്കിൽ ആദർശിനെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അജയൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ അജയനാണെങ്കിൽ ആദ്യം തന്നെ വന്നിട്ട് ആ TV അങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൻ്റെ പിന്നിൽ നിൻ്റെ മരുമകളാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജാനകി പറയും, അതെൻ്റെ മരുമകളാണെങ്കിലും അതിൽ ഇങ്ങനെ തെറ്റൊന്നും പറയാനില്ല, അത്രയ്ക്കും അവളെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് അപമാനിച്ചല്ലേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അജയനാണെങ്കിലും അതൊക്കെ കൂടി കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുമാത്രമല്ല, പിന്നീട് ഇങ്ങനെ അജയനാണെങ്കിലും നിൻ്റെ മരുമകളാണ് എന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ മരുമകൾ അജയേട്ടൻ്റെയും കൂടെ മരുമകളാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവളെ മരുമകളായിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ഏട്ടത്തിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവളാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയൂ കേട്ടോ. അതൊക്കെ അവളെ ഇങ്ങനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ നയനെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കള്ളങ്ങളാണ് എന്ന് പറയുമ്പോൾ നയനമോളുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു അർഹതയും നിൻ്റെ മരുമകൾക്കില്ല എന്ന് അജയൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അജയനാണെങ്കിലും നല്ല ദേഷ്യമാണ് കേട്ടോ. അജയൻ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും, അവൾ ഈ കുടുംബത്തിന് നാണം കെടുത്തി എന്നൊക്കെ പറയുമ്പോഴും ജാനകിക്ക് ഒരു കുലുക്കുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അനാമികേനെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അജയൻ അനാമിക ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഓരോരോ കള്ളങ്ങൾ അവർ ഇവിടെ വന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ അവളുടെ പേരിൽ വലിയൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് അവളുടെ പേരിലല്ല, അതുപോലെ തന്നെ എനിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒരു കാർ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കാർ എവിടെ, അതുപോലെ തന്നെ ഏട്ടത്തി കൊടുത്ത നെക്ലേസ് ആണെങ്കിലും അതുപോലെ അവളിങ്ങനെ അവളുടെ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് പറയട്ടോ. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബമാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികേനെ മരുമകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തറപ്പിച്ച് അജയൻ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് അവൾ മരുമകൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് അനാമികേനെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ ജാനകി. അപ്പോൾ അജയനാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി ജാനകീനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നന്ദു സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അനിയുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഇതെൻ്റെ പുതിയ നമ്പറാണ്, ഇനി ഇതിലേക്ക് കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് നോട്ടായിരുന്നു കേട്ടോ. അത് കേട്ടിങ്ങനെ നല്ല സന്തോഷത്തിലിരിക്കുകയാണ് നന്ദു. അപ്പോഴാണ് CI വിളിക്കുന്നത് കേട്ടോ. CI വിളിച്ചിട്ട് ഇങ്ങനെ CIയുടെ റൂമിലേക്ക് ചെല്ലാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതാ വരുന്നു പറയൂ കേട്ടോ. അപ്പോൾ CI ആണെങ്കിലും നന്ദുവിനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു വന്ന് നന്ദുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ പിന്നീട് അയാളാണെങ്കിലും കുറേ പേപ്പറുകൾ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ സാറേ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ പ്രേമലേഖനങ്ങളാണ്, ഞാൻ ഓരോരോ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഓരോരോ ആരാധികമാരെ എനിക്ക് തന്നിട്ടുള്ളതാണ്, പക്ഷെ ഞാനൊന്നിലും വീണ് പോയിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തോ ഒരു വല്ലായ്മ ഉണ്ട് കേട്ടോ, അത് നന്ദുവിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ് നന്ദുവിനോട് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഒരു ഭർത്താവ് ആവാതിരുന്നതും ആരുടെ ഇതിൽ വീഴാതിരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഭർത്താവ് ആവാതിരുന്നതും എന്ന് പറയാണ്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു മാരീഡ് ആണോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ മാരീഡൊക്കെ ആവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രപ്പോസൽ വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ നന്ദു പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല, നന്ദുവിന് എന്തെങ്കിലും എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ CI. അപ്പോൾ നന്ദു പറയാണ്, എനിക്കൊന്നും പറയാനില്ലേ സാറേ എന്ന് പറയും. എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് നന്ദു ചോദിക്കുമ്പോൾ നന്ദുവിന് പോകണോ, എന്നാൽ പിന്നെ പോയിക്കോ, ഞാൻ ഇടയ്ക്ക് വിളിപ്പിക്കും കേട്ടോ, അപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദു അവിടെ നിന്ന് അങ്ങ് ഒരു ചിരിച്ചിട്ടോ അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. ആ സമയത്ത് CI ആണെങ്കിലും ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫർ ഉറപ്പാണ്, അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, കൂടെ കൂട്ടിനിങ്ങനെ നന്ദുവിനെയും കൂടെ കൂട്ടണം എന്നിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന CIനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്